ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും നല്ലപോലെ എഴുതിയാ? ഫുൾ മാർക്ക് കിട്ടുമോ? കിട്ടുമല്ലേ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് പരീക്ഷയ്ക്ക് എഴുതി ഫുൾ മാർക്ക് മേടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ? കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ടൈമിലേക്കുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പാഠങ്ങൾ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി പുതിയ പാഠം ഞാൻ പഠിപ്പിക്കുന്നത് ട എന്നുള്ള അക്ഷരവും ത എന്നുള്ള അക്ഷരവുമാണ്. അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചത് ഞ എന്നുള്ള അക്ഷരം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ആ പാഠത്തിൽ തന്നെയുള്ള ഠ ത പാഠം 20 ഠ ത ഈ രണ്ട് അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഡ പഠിച്ചിട്ടുണ്ട്, ത പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടക്ഷരമാണ് ഡ എന്നുള്ള അക്ഷരത്തിന്റെ കൂട്ടക്ഷരമാണ് ഠ. ത എന്നുള്ള അക്ഷരത്തിന്റെ കൂട്ടക്ഷരമാണ് ത. ഇപ്പൊ രണ്ടക്ഷരം പറഞ്ഞില്ലേ? അപ്പോ ഡ വെച്ചിട്ട് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? വട, കട, വടി, പടി, കടൽ. അതിലൊക്കെ ഡ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് ഡായുടെ കൂട്ടക്ഷരമായ ഠ. ഠ വെച്ചിട്ട് ഒരു പദം പറയൂ. ഓ വെച്ച വാക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാ? ഒട്ടകം. മരുഭൂമിയിലെ വാഹനം ഒട്ടകം. അപ്പൊ അതിൽ ഏതക്ഷരമുണ്ട്? ഠ. വട്ടം, വട്ടം വരയ്ക്കില്ലേ? അപ്പൊ അതിൽ ഏതക്ഷരമുണ്ട്? ഠ. കുട്ടി, വട്ടി, പട്ടം. അതിലൊക്കെ ഏതക്ഷരമുണ്ട്? ഠ എന്നുള്ള അക്ഷരം ഉണ്ട്. ഇപ്പൊ ഡായും പഠിച്ചു, ഡായുടെ കൂട്ടക്ഷരമായ ടായും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ ത. ത വെച്ച് നമ്മൾ പഠിച്ച ഏതാ? തായും വരുന്ന ഒരു പദം പറയാം. ഒരു പക്ഷിയുടെ പേര് തത്ത. പച്ച നിറത്തിലുള്ള ഒരു പക്ഷിയാണ് തത്ത. അതിൽ ത എന്നുള്ള അക്ഷരമുണ്ട്, തായുടെ കൂട്ടക്ഷരമായ ഥ എന്നുള്ള അക്ഷരമുണ്ട്. തത്ത. വേറൊരു പദം പറഞ്ഞേ ത വെച്ചിട്ട്. പത്ത്. പത്ത്. അത്തം, പത്തോണം, പത്ത്. അത്തം. അതിലേതക്ഷരമുണ്ട്? ത എന്നുള്ള അക്ഷരമുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? ഠ ത. ഒന്നിനും പറഞ്ഞേ ഠ ത. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കൂ. പാഠം 20 പേജ് നമ്പർ 44 എല്ലാവരും എടുക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. മിസ് പറഞ്ഞു തരാം, നിങ്ങൾ കേട്ട് മാമിന്റെ കൂടെ തന്നെ വായിക്കണം കേട്ടോ. ഠ ത. ഠ വരുന്ന പദങ്ങൾ ഒട്ടകം. ഓ ഠ ഘം ഒട്ടകം. വട്ടി, വട്ടി. മുട്ട, മുട്ട. കൂട്ട, കുട്ട. തട്ടം, തട്ടം. അപ്പൊ ഏതൊക്കെ വാക്ക് പഠിച്ചു? ഒട്ടകം, വട്ടി, മുട്ട, കുട്ട, തട്ടം. ഇനി ത എന്നുള്ള അക്ഷരമാണ് പറയുന്നത്. മെത്ത. അതിൽ ത എന്നുള്ള അക്ഷരം കണ്ടോ? തത്ത, ത. അത്തം, തം, ത. കണ്ടോ? കത്ത്. അപ്പൊ ത ഉള്ള അക്ഷരം പഠിച്ചു. ഇനി അടിയിൽ കുറച്ച് സെന്റൻസ് ഉണ്ട്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫാത്തിമ തട്ടം ഇട്ടു. ഫാത്തിമ ഡേഷ് ഇട്ടു. എന്താണ് ഇട്ടത്? തട്ടം. തട്ടം എന്ന് പറഞ്ഞാൽ തലയിലിടുന്ന തുണിയാണ് തട്ടം. കുട്ടി പട്ടം പറത്തി. കുട്ടി ഡേഷ് പറത്തി, പട്ടം. ഞാൻ വട്ടം കറങ്ങി. തത്ത പാട്ടുപാടി. വട്ടം വരച്ചു, വട്ടത്തിലായി. അത്തം പത്തിനെ പൊന്നോണം. അത്തം പത്തിനെ പൊന്നോണം. ഡേഷ് പത്തിനെ പൊന്നോണം. ഏത് ഡേഷാണ് നമ്മൾ അതിനെ ചെയ്ത? അത്തം. അത്തം എന്ന് പറഞ്ഞൊരു നാളാണ്. അത്തം തൊട്ട് 10 ദിവസം കഴിഞ്ഞാൽ തിരുവോണത്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അത്തം പത്തിനെ പൊന്നോണം. ഇനി എല്ലാവരും ഈ ട എന്നുള്ള അക്ഷരം, ത എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. മാമിന് പഠിപ്പിക്കുന്ന അക്ഷരം ട. ഡ പോലെ തന്നെ എഴുതി ഒരെണ്ണം കൂടി താഴോട്ട് ഇങ്ങനെ. ഇതിനായി അക്ഷരം എന്താണ് പറയാ? ഠ. ഒന്നുകൂടി പഠിക്കാം. നമ്മൾ ഡ എഴുതി ഫസ്റ്റ് കണ്ടോ? അതിന്റെ കൂടെ കൈയിടിക്കരുത്, ഒരെണ്ണം കൂടി എഴുതണം. ഇതാണ് ഠ. ഠ വരുന്ന പദങ്ങളാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. വട്ടം, വട്ടം. പാട്ടം, പട്ടം.
വട്ടം, പട്ടം, ഒട്ടകം. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ത എന്ന അക്ഷരം. ത നിങ്ങൾ പഠിച്ചതാണ്. ത എന്ന അക്ഷരം കൈയടിക്കരുത്, ഒരു തായും കൂടി എഴുതണം. ഇതാണ് എന്ന് വായിക്കുക ത. എന്താ നമ്മൾ വായിക്കുന്നത്? ത. ത ഒന്നുകൂടി ഞാൻ എഴുതി കാണിച്ചു തരാം. ത പോലെ ആദ്യം എഴുതണം, കൈയടിക്കരുത്, ഒരു പ്രാവശ്യം കൂടി ത എന്ന് എഴുതണം. ഇതെന്താ വായിക്കുക? ത. ത വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? പത്ത്, 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 കത്ത്, കത്ത്. ഏതൊക്കെ നമ്മൾ എഴുതി? പത്ത്, കത്ത്. ഇനി അടുത്ത വാക്കുകൾ പക്ഷിയുടെ പേര് ഞാൻ പറഞ്ഞു. ഏതാണ്? തത്ത. 3 പദം പഠിച്ചു. ഏതൊക്കെയാണ്? പത്ത്, കത്ത്, തത്ത. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ടാ വെച്ചിട്ടും താ വെച്ചിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് എടുക്കണം. ടെസ്റ്റ് നല്ലപോലെ വായിക്കണം. ഒരു 5 പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. നോട്ട്സ് എഴുതിയെടുക്കണം. 2 ലൈനിലും മുട്ടിച്ച് അക്ഷരങ്ങൾ എഴുതണം. ഭംഗിയായിട്ട് എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.